നമസ്കാരം ഗൈസ്, വീക്കെൻഡ് എവിക്ഷൻ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8 പേരാണ് നോമിനേഷനിൽ ഉണ്ടായത്. അതിൽ ഏറ്റവും ലോ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് 3 പേരാണ്, സാബുമാൻ, നെവിൻ ആൻഡ് ഒനീൽ സാബു. ഓക്കെ, ഇപ്പോൾ ആസ് ഓഫ് നൗ ഉള്ള അപ്ഡേഷൻ ഡീറ്റെയിൽസിൽ നമുക്ക് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹിയർ ആൻഡ് സേ കേൾക്കുന്നത് ഒനീൽ സാബു എവിറ്റായി നിന്നാണ്. അതായത് പോൾ വൈസ്, സോഷ്യൽ മീഡിയ പോൾ വൈസ് ഒക്കെ ഒനീലിന് ഭയങ്കര വോട്ട് കുറവായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു വാർത്ത എല്ലായിടത്തും കേൾക്കുന്നുണ്ട്, ഒനീൽ എവിറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ഒരു സെക്കൻഡ് എവിക്ഷന്റെ ഡീറ്റെയിൽസ് അങ്ങനെ ഒന്നും കേട്ട് തുടങ്ങിയിട്ടില്ല. അപ്പം സാബുമാനും നെവിനുമാണ് നിൽക്കുന്നത്. അപ്പം നെവിനും അത്യാവശ്യം ഫാൻസ് ഉണ്ട്. ഇനിയിപ്പോ എനിക്ക് അറിയത്തില്ല, ഒരു വലിയ രീതിയിലൊരു കോണ്ടന്റ് എന്ന് പറയാനായിട്ട് അവിടെ ഇപ്പൊ നിലവിൽ ആരും തന്നെ കൊടുക്കുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗെയിം ടാസ്ക് അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ച് എന്ന് പറയാനായിട്ട് അന്ന് എന്നും ഈ പറഞ്ഞ മാതിരി ഒരു ഗെയിം ചേഞ്ച് റിയാസിന് ശേഷം ബിഗ് ബോസിൽ മുമ്പും പിമ്പും ആരും ഒന്നും വന്നിട്ടില്ല. അപ്പോ വൈ സാബുമാൻ ഇസർ എന്റെ പെർസെപ്ഷനിൽ സാബുമാൻ, ലക്ഷ്മി, ബിന്നി, പിന്നെ ഗിസേലാണെങ്കിലും അവിടെ ആര്യൻ ഗിസേലിനെ പറ്റി കുറച്ച് കണ്ടന്റ് വരണു എന്നല്ലാതെ ഗിസേലാണെങ്കിലും ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ അവിടെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവര് 3 പേരാണ് സേഫ് ആയിട്ട്, ഇവര് 3 പേരാണ് ഇപ്പൊ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. അപ്പോ ഒനീൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഗെയിം സ്ട്രാറ്റജി വന്നിട്ട് വലിയൊരു, ഞാൻ പറഞ്ഞ മാതിരി വലിയൊരു സംഭവമായിട്ടുള്ള പ്രകടനമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ടാസ്ക് വൈസ് തന്നെ പുള്ളി പോകെ പോകെ കുറച്ച് ഓണായി വന്നെങ്കിലും ആദ്യഘട്ടങ്ങളിലൊക്കെ ടാസ്ക് കുറച്ച് സ്ലോ തന്നെയായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഇപ്പൊ ഒന്ന് റിയാക്ട് ചെയ്യാനും കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴും എന്റെ ക്ലാരിറ്റി അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് സീസൺ 7 സെറ്റ് പൊളിച്ച് ലാലേട്ടൻ ലൈറ്റ് ഓഫ് ചെയ്ത് സെറ്റ് പൊളിച്ചു പോകുന്നതിനാലും സാബുമാൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അവിടെ തന്നെ നിൽക്കുന്നതാണ് തോന്നുന്നത്. കാരണം ഒരു രീതിയിലും ലിറ്ററലി ചിരി അല്ലാതെ ഒരു രീതിയിലും കോണ്ടന്റ് കൊടുക്കാത്ത സാബുമോൻ അവിടെ നിൽക്കുമ്പം ഈ ഒനീലും നെവിൻ കമ്പയറിംഗ് ആണ്. ഒനീലും നെവിനൊക്കെ അവിടെ നിൽക്കേണ്ടവർ തന്നെയാണ്. അപ്പം ഈ ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ ഗെയിം ടൈറ്റ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ടൈറ്റ് ആയിട്ട് തന്നെ വരും. അപ്പൊ അതേപോലെ ഫിൽറ്റർ ചെയ്തായിരിക്കും ആൾക്കാർ വരിക. അപ്പൊ വോട്ട് ചെയ്യുമ്പോൾ വൈസ്ലി വോട്ട് ചെയ്യുക. ആസ് ഓഫ് നൗ നമുക്ക് ഒരു വാർത്ത അല്ലെങ്കിൽ കേൾക്കുന്നത് ഒനീൽ എവിറ്റായി എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒനീൽ ഇനിയും അങ്ങോട്ട് നിൽക്കേണ്ട വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു എവിക്ഷൻ ഫെയർ ആയിരുന്നു? സാബുമോൻ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവര് കമന്റ് ചെയ്യാം.